ഇത് ഇബ്നു കസീർ അവരുടെ തഫ്സീറിൽ കൊടുത്തൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീതിയെ സംബന്ധിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഫത്ഹ് മക്കയിൽ വെച്ചുകൊണ്ട് ഒരു സ്ത്രീ മോഷ്ടിക്കുകയുണ്ടായി. ആ സ്ത്രീ ഖുറൈശിയിൽപ്പെട്ട ബനു മഖ്സൂം ഗോത്രക്കാരിയായിരുന്നു ആ സ്ത്രീ മോഷണം നടത്തിയപ്പോൾ പിന്നെ മോഷണം നടത്തിയ കൈവെട്ടണമല്ലോ. അങ്ങനെ അവിടുത്തെ ആളുകളൊക്കെ ഇടപെട്ട് ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകനായ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഈ ഒന്ന് മുത്തുനബിയുടെ അടുത്തേക്ക് പോയി ഈ വിഷയം ഒന്ന് പറഞ്ഞു ഒന്ന് പരിഹരിച്ചു തരുമോ എന്ന് ഇവരൊക്കെ എല്ലാവരും ആവശ്യപ്പെട്ടു. അങ്ങനെ ആ സ്ത്രീയെയും കൂട്ടി ഉസാമ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ശരീരത്തിലേക്ക് എത്തി. മുത്തുനബിയോട് ഈ വിഷയമൊക്കെ പറഞ്ഞപ്പോൾ മുത്തുനബി ദേഷ്യം പിടിക്കുകയാണ്, മുഖമാകെ വിവർണമാവുകയാണ്. അതുപോലെയാണ് കിതാബിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ആകെ വിവരണമായി. മുത്തുനബി ചോദിച്ചു, അല്ല ഉസാമ, നീ അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ ഒന്ന് ലഘൂകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് വക്കത്താക്കാൻ വന്നിട്ടുള്ളത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ആ സമയത്ത് ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തഗ്ഫിർ ലി യാ റസൂലല്ലാഹ്, എനിക്കൊന്ന് പൊറുക്കലിനെ ചോദിക്കണേ നബിയേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേ ദിവസം വൈകുന്നേരം സ്വഹാബത്തിന് ഒരുമിച്ച് കൂട്ടി പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികൾ ചില നല്ല സമ്പത്തുള്ള ആളുകൾക്ക് വല്ലതൊക്കെ സംഭവിക്കുമ്പോൾ, മോഷണം നടത്തുമ്പോൾ അവർക്ക് ശിക്ഷ ലഭിക്കാൻ വേണ്ടി ആരും മുൻകൈയെടുക്കാറില്ല. എന്നാൽ ദുർബലരായ ആളുകൾ വല്ലതും ചെയ്താൽ അവർക്ക് ശിക്ഷ പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കും. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതാണ് മുൻഗാമികൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് മുത്തുനബി ഓർമ്മപ്പെടുത്തുകയും ശേഷം മുത്തുനബി പറഞ്ഞു, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സരിഖത്ത് ലഖതഅതു ബിയദഹാ, എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും അവിടെ ഞാൻ മുറിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നീതി നടപ്പാക്കാൻ നമ്മളെല്ലാവരും മുൻകൈയെടുക്കണം. എത്ര പണമുള്ള ആളുകളാണെങ്കിലും തെറ്റ് ചെയ്താലും അവർക്ക് ശിക്ഷ കൊടുക്കണം. അതാണ് ദീൻ പഠിപ്പിക്കുന്നത്.